ഭാരതം എന്ന് കേട്ടാൽ അഭിമാനവും കേരളം എന്ന് കേട്ടാൽ ചോരത്തിളപ്പും എന്നാണ് കവിതയിലുള്ളത്. മലപ്പുറം എന്ന് കേട്ടാൽ ചിലർക്ക് വിറളെ പിടിക്കുന്നത് എന്തിനാണ്? ഞാൻ തുടങ്ങട്ടെ. എന്താണ് മലപ്പുറത്തെ കുറിച്ച് പറയുമ്പോൾ മറ്റ് 13 ജില്ലകൾക്കില്ലാത്ത വിധത്തിൽ ചിലർക്ക് പൊള്ളലുണ്ടാകുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രി കുറച്ചു മുമ്പ് സ്വർണ്ണക്കള്ളക്കടത്തും ഹവാലയുമായി ബന്ധപ്പെട്ട് അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അദ്ദേഹത്തിന് ലഭിച്ചത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പ്രസ്താവന നടത്തി. അപ്പോൾ കേരളത്തിലെ ചില ആളുകൾക്ക്, ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതെന്തോ ഞങ്ങൾക്ക് തീരെഴുതി കിട്ടിയത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന തരത്തിൽ സംസാരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാവാത്തത്. മലപ്പുറം ഒരു പ്രത്യേക രാജ്യം എന്ന് അദ്ദേഹം പറയണമെങ്കിൽ അങ്ങ് നേരത്തെ ചോദിച്ചല്ലോ, മറ്റ് 13 ജില്ലകളെ പറ്റി പറയുമ്പോൾ ഇല്ലാത്ത വേദന എന്തുകൊണ്ട് മലപ്പുറത്തെ കുറിച്ച് എന്ന്. മറ്റ് 13 ജില്ലകളെ പറ്റി അങ്ങനെ പരാമർശം ഉണ്ടാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ശ്രീജേന്ദ്ര മാസ്റ്റർ? എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ ചില പ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. വളരെ കൃത്യമായിട്ട് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒരു കാര്യം കൂടി പറഞ്ഞു. ഇതുകൊണ്ട് മലപ്പുറം ജില്ലയിലെ എല്ലാ ആളുകളും ഇത്തരം ആളുകളാണ് എന്ന അഭിപ്രായം നമുക്കില്ല. 100% ഞാൻ യോജിക്കുന്നു. അവിടെയുള്ള ചില ആളുകൾ ഭീകരവാദ പ്രവർത്തനങ്ങൾ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് അല്പം കൂടുതലുണ്ട്. മലപ്പുറത്തെ ചില ആളുകൾക്ക് അത്തരത്തിൽ തീവ്രവാദ പ്രവണതയുണ്ട് എന്ന് പറയാൻ അങ്ങേക്ക് ആധാരമാകുന്ന പഠനം എന്താണ്? ഇന്റലിജൻസ് റിപ്പോർട്ട് എന്താണ്? കേന്ദ്ര സർക്കാരിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഡാറ്റയുണ്ടോ? പോലീസ് റിപ്പോർട്ടുകളുണ്ടോ? എന്താണ് അതിന്റെ അടിസ്ഥാനമായ രേഖ? പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് കാണണോ? കാണാം. ദേ കണ്ടോളൂ. ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. ആധികാരികമായ രേഖ അങ്ങേക്ക് കൊണ്ടുവരാൻ പാകത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന രേഖ എന്താണ്? ശ്രീ ടി.പി. ചന്ദ്ര മാസ്റ്റർ, അങ്ങേക്ക് കൊണ്ടുവരാൻ പാകത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന രേഖ എന്താണുള്ളത്? അങ്ങോട്ടാണ് വരുന്നത്. മാധു നോക്കൂ, കേരളത്തിലെ മലയാള ഭാഷാ പിതാവിന് ഇന്നേ വരെ അദ്ദേഹത്തിന് ഒരു സ്മാരകം ഈ ജില്ലയിൽ അനുവദിക്കില്ല എന്ന് പറയുന്നതിൽ അല്പം തീവ്രവാദ സ്വഭാവമുണ്ടോ? അങ്ങനെ പറയരുത്. നമ്മളൊക്കെ ആരാധിക്കുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ ഇന്നേ വരെ ഇത് അനുവദിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന ചില അസഹിഷ്ണുതയുണ്ടോ? മാധുവിന് ഉത്തരം പറയൂ. അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് അങ്ങ് നേരത്തെ പറഞ്ഞ അവിടെയുള്ള ആളുകൾക്ക് തീവ്രവാദ പ്രവണതയുണ്ട് എന്നുള്ളതാണ്. അതിന് ആധികാരികമായ എന്തോ ഒരു രേഖ അങ്ങയുടെ കയ്യിലുണ്ട്. പക്ഷെ അങ്ങക്ക് പെട്ടെന്ന് പറഞ്ഞത് കൊണ്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നാണ് അങ്ങ് പറഞ്ഞത്. എന്നിട്ട് പറയാണ് തുഞ്ചത്തെഴുത്തച്ഛന്റെ സ്മാരകം അവിടെ സ്ഥാപിക്കാൻ കഴിയാത്തത് തീവ്രവാദ പ്രവണതയുള്ളത് കൊണ്ടല്ലേ എന്ന്. തുഞ്ചത്തെഴുത്തച്ഛന്റെ സ്മാരകം സ്ഥാപിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു ആവശ്യം മുന്നോട്ട് വെക്കപ്പെടുന്നു. അത് അനുവദിക്കേണ്ടതും അംഗീകരിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും മുട്ടിന് പ്രതിമകൾ സ്ഥാപിക്കുന്ന അടക്കം ബജറ്റിൽ പറയാറുണ്ടല്ലോ. അപ്പൊ അതവിടെ നടപ്പിലാക്കേണ്ടതടക്കമുള്ള കാര്യങ്ങളുടെ ഉത്തരവാദിത്തത്തിന് ഇവിടെ ഒരു സർക്കാരുണ്ട്. സർക്കാരിനെയാണോ നിങ്ങൾ തീവ്രവാദി സർക്കാർ എന്ന് വിളിച്ചത്? ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിലെന്തോ കൈയുണ്ട്. ഈ മലപ്പുറം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഒരു സംസ്ഥാനമല്ലേ? അല്ല, ഒരു ജില്ലയല്ലേ? ഈ കേരള സംസ്ഥാനത്തിലെ ഒരു ജില്ലയല്ലേ? ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ? ഈ മലപ്പുറം ജില്ലയെ പറ്റി പറയുമ്പം അതിൻ്റെ അകത്ത് അത് അന്നരവധി മുസ്ലിം വിരുദ്ധമാക്കുന്നത് എന്തിനാണ്? മലപ്പുറത്തിൽ ജീവിക്കുന്ന ഏതാണ്ട് എനിക്ക് തോന്നുന്നു 60%-ത്തിനടുത്താണെന്ന് തോന്നുന്നു മുസ്ലിം ജനസംഖ്യ അവിടെ ഉള്ളത്. 40%-ഓളം മറ്റുള്ള മതസ്ഥരും അവിടെ ഉണ്ട്. മലപ്പുറത്തിനെ പറ്റി പറയുമ്പോൾ ഇത് മലപ്പുറത്തിനെതിരെ മാത്രമല്ല. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഇവിടെ കണ്ണൂരിനെ പറ്റി പറഞ്ഞില്ല. കണ്ണൂർ വേറൊരു രാജ്യമാണെന്നുള്ള രീതിയിലാണ് ഈ CPM-കാർ നടക്കുന്നത്. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ, അവിടേക്ക് വേറൊരാൾക്ക് പ്രവേശനമില്ല, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ഭരണം. ഇങ്ങനെയുള്ള വിമർശനങ്ങൾ, രാഷ്ട്രീയ വിമർശനങ്ങൾ ഇവിടെ പൊതുവേ ഉണ്ട്, അഭിപ്രായങ്ങളുമുണ്ട്. അല്ലാതെ മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലപ്പുറത്തിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുടനെ ഒരു സമുദായത്തിനെതിരെ, കോട്ടയത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ക്രിസ്ത്യാനികൾക്കെതിരെ തിരിക്കാറുണ്ടോ? അല്ലെങ്കിൽ കോട്ടയം ജില്ലയിലെ പറ്റി എന്തോ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാറുണ്ടോ? ഇത് ഇവിടെ സാമുദായിക വേർതിരിവ് ഉണ്ടാകുന്നത് മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം എന്നാണ് അതിന്റെ അർത്ഥം. ആ രീതിയിൽ വ്യാഖ്യാനിച്ചു പോകുന്നത് കൊണ്ടാണ്. 100% ഞാൻ യോജിക്കുന്നു. ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. മലപ്പുറം പറയുമ്പോഴേക്കും ഒരു മതത്തെ ആക്ഷേപിക്കുന്ന തരത്തിൽ എന്തിനാ നിങ്ങൾ ഞങ്ങളാരും വ്യാഖ്യാനിക്കാൻ വരുന്നില്ല. നിങ്ങൾ മലപ്പുറത്തല്ല, മുസ്ലിം ലീഗിനല്ല, മുസ്ലിം ലീഗിന് എന്ത് പറഞ്ഞാലും അത് ഞങ്ങൾ അത് മൈൻഡ് ചെയ്യാനേ പോണില്ല. ഇതങ്ങനെ കണക്കിലെടുക്കേണ്ട വിഷയം. ഞങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എത്ര നിസ്സാരമായി ആ കാര്യം പത്രക്കാരോട് പറഞ്ഞു. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. മലപ്പുറത്തെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് പ്രകോപിതരാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് അല്ല, പ്രകോപിതരാകുന്നില്ല. അങ്ങനെ പ്രകോപിതരാകേണ്ട ആവശ്യമില്ല. നമ്മളെ ഭ്രാന്തന്മാർ എന്തൊക്കെ വിളിച്ചു പറയുന്നത് അത് എല്ലാവരും കണക്കിലെടുക്കുമോ?
നിങ്ങൾ എന്തിനാ അങ്ങനെ അല്ല, പക്ഷെ നിങ്ങളല്ലേ നിങ്ങളല്ലേ അദ്ദേഹത്തിനെതിരെ നടപടി വേണം, അല്ലല്ല അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടത് നിങ്ങളാണ്. എടാ എൽദോ, നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. നിങ്ങൾ എന്റെ വാദം ഒരു മിനിറ്റ് പറയട്ടെ. അതായത് അദ്ദേഹം പറഞ്ഞതിനേക്കാൾ നമ്മൾക്ക് സങ്കടമുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? ഈ അത്തരം ആളുകളെ മാറ്റി നിർത്തേണ്ടതിന് പകരം ചേർത്ത് നിർത്തുകയാണ്. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ മലപ്പുറത്തെ പ്രസ്താവന വേറെയാണ്, അതുകൊണ്ട് ഈ ഇദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്നത് വേറെയാണ്. അപ്പൊ നിങ്ങൾ നോക്കുക അവരുടെ ലക്ഷ്യം എന്താണെന്നുള്ളത്. ഇത്തരം ആളുകളെ ഇങ്ങനെ പരാമർശം നടത്തുന്ന, വർഗീയമായ പ്രചരണം നടത്തുന്ന, വിദ്വേഷ പ്രസംഗം നടത്തുന്ന ആളുകളെ സമൂഹം ഒറ്റപ്പെടുത്തണ്ടേ? നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ മലപ്പുറം ജില്ലയെ പറ്റി അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഇത്രയധികം നിങ്ങൾ പ്രകോപിതരാകുന്നതെന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അല്ല ഷാബു, അതല്ല അങ്ങനെ ഒരാള് ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയെ ഞാൻ അങ്ങനെ അന്ധമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഒരു നിലപാട് പറഞ്ഞു, മലപ്പുറം ജില്ല എന്ന് പറഞ്ഞു. മലപ്പുറം ജില്ല എന്ന് പറയുമ്പം അതിനെ ഒരു സാമുദായിക വിരുദ്ധമാക്കേണ്ട കാര്യമില്ല. അതിന് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ മലപ്പുറത്ത് ജീവിക്കുന്ന ഒരാളാണ്. അതിനൊന്നും ഇല്ലേ? ഒരു പ്രത്യേക ജീവിതല്ലേ? മലപ്പുറത്ത് എന്താ പ്രശ്നം? മലപ്പുറത്ത് നിങ്ങൾ കണ്ട പ്രശ്നം, നിങ്ങൾ കോഴിക്കോട്ടാണല്ലോ. മലപ്പുറത്ത് എന്ത് കുഴപ്പമുള്ളത്? ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രശ്നം, ഒറ്റ പ്രശ്നം പറഞ്ഞാട്ടെ. ഷാക്കിർ അവിടെ നിന്ന് അടങ്ങിയിരിക്കേ, ഞാൻ പറയട്ടെ. അല്ല, അറിയാൻ വേണ്ടിട്ടാ. നിങ്ങൾ എല്ലാ സ്ഥലത്തും പ്രശ്നമുണ്ട്. കണ്ണൂരിൽ കടാര രാഷ്ട്രീയമുണ്ട്, അത് നമുക്ക് ബോംബ് രാഷ്ട്രീയമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. മലപ്പുറത്ത് എന്താ കുഴപ്പമുള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞു. ഷാക്കിർ, ഞാൻ അതിലേക്കാണ് വരുന്നത്. പൊതുവെ മലപ്പുറത്തെ നിലവിടുത്തിലും സാധാരണക്കാരായ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സഹിഷ്ണുതയുള്ളവരായിട്ടാണ് എനിക്ക് തോന്നുന്നില്ല, സാധാരണ മുസ്ലിങ്ങളെ സംബന്ധിച്ച്. എന്നാൽ പല പോക്കറ്റുകളിലും ഇവിടെ ഈ വിഘടനവാദികളായിട്ടുള്ള ഫ്രിഞ്ച് എലമെന്റ്സ് അല്ലെങ്കിൽ ഈ തീവ്രവാദം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അത് മലപ്പുറത്തെന്നല്ല, കേരളത്തിൽ പലയിടത്തുമുണ്ട്. മലപ്പുറത്ത് കാര്യം പൊതുവെ ഈ മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ളത് കൊണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിലെ ആ സംഘടിത മതബോധത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തും ചൂഷണം ചെയ്തും പല വിധത്തിലുള്ള ഫ്രിഞ്ച് എലമെന്റ്സ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അതിനെതിരെ ഒരു കാര്യമുണ്ട്. ഞാൻ തുറന്നു തന്നെ പറയുകയാണ്. അതിനെതിരെ ഏറ്റവും അധികം പലപ്പോഴും ശബ്ദം ഉയർത്തിയിട്ടുള്ളത് മുസ്ലിം ലീഗ് നേതാക്കന്മാരുമാണ്. എനിക്കറിയാവത്, എനിക്ക് പേഴ്സണലായിട്ട് പല കാര്യങ്ങളും അറിയാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മലപ്പുറത്തുണ്ട്. അങ്ങനെയുള്ളിടത്ത് ചിലപ്പോൾ ഒരാൾ ഹോട്ടൽ തുറക്കണമെന്നുണ്ടെങ്കിൽ പോലും തുറക്കാൻ അനുവദിക്കാത്ത ചില തീവ്രവാദ പ്രവണതകൾ മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലും ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. എന്ത് ചൂട് വടക്കോ? അല്ല, ഇവിടെ ചൂടേ ഫാനിലടാ ഉണ്ടെങ്കിൽ കാറ്റുള്ളായിരുന്നു. എന്റെ കാറ്റ് ഇപ്പൊ പോവും, അതുകൊണ്ടോ? ഇപ്പോൾ മലപ്പുറത്തിന്റെ കാര്യം പറയുമ്പോൾ മാത്രം എന്തിനീ പൊള്ളൽ എന്നുള്ളത്, അത് ഷാക്കിർ അതിന് മറുപടിയും നൽകിയിരുന്നു. അതാണ് ഞാൻ ഇവിടെ അഡ്രസ് ചെയ്തത്. അതായത് മലപ്പുറത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് മലപ്പുറം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ 60% വരുന്ന മുസ്ലിങ്ങളാണ് അവിടെ താമസിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അത് ഇസ്ലാമിനെതിരായിട്ടുള്ള വിമർശനമാണെന്നോ മലപ്പുറത്തുള്ള മുസ്ലിങ്ങളെല്ലാം മോശമാണെന്നോ ഉള്ള അർത്ഥമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ വരുന്ന സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ, അത് മലപ്പുറവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആൾക്കാർ അതിൽ ഇടപെടുന്നുണ്ടെങ്കിൽ, കോഴിക്കോട് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആൾക്കാർ മലപ്പുറത്ത് നിന്ന് അവിടെ വരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഫാക്ട്. അത് നമ്പറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പറയുക. നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറയുകയും കണക്കുകൾ വെക്കുകയും ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. ഞാൻ പറഞ്ഞത് മറ്റ് ഏതെങ്കിലും ഒരു മതവിഭാഗം കൂടുതലായിട്ട് കഴിയുന്ന സ്ഥലത്ത് അങ്ങനെയാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ മതി. ഇപ്പൊ തിരുവനന്തപുരത്ത് വളരെ കൂടുതൽ നമുക്കറിയാമല്ലോ. എങ്ങനെയാണ് നമ്മളത് അറിയുക? സാധാരണ രീതിയിൽ നമ്മളിവിടെയുള്ള സാമുദായിക പരിഗണന വെച്ചുകൊണ്ടാണ് ആൾക്കാർക്ക് സീറ്റ് കൊടുക്കുക, അല്ലേ? തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിയാണെങ്കിലും. ഇപ്പോൾ എറണാകുളത്ത് ഇപ്പോൾ ലാറ്റിൻ കത്തോലിക്കനായിട്ടുള്ള ഒരാളിനാണ് കൊടുക്കുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് സാധാരണ നമ്മൾ കണ്ടുവരുന്നത് നായർ വിഭാഗത്തിലുള്ള ഒരാളിനാണ് എന്ന് കരുതി തിരുവനന്തപുരത്തിനെ ആരെങ്കിലും പരാമർശിക്കുന്ന സമയത്ത് നായന്മാരെ ആക്രമിക്കുന്നത് എന്നും പറഞ്ഞിട്ട് ആരെങ്കിലും ഇറങ്ങാറുണ്ടോ? ജി സുകുമാരൻ നായർ ഇറങ്ങാറുണ്ടോ? ഇല്ല. അതേപോലെ തന്നെ എറണാകുളവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാർ ആരെങ്കിലും ഇറങ്ങാറുണ്ടോ? സഭ അതേപോലെ പ്രതികരിക്കാറുണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് മലപ്പുറം അതിൽ നിന്ന് വ്യത്യസ്തമാക്കേണ്ടതില്ല. 100% ഞാൻ യോജിക്കുന്നു.